എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 അല്ലെ ആദ്യത്തെ ചോദ്യമാണ് ചെയ്തെത്തിയത്. അപ്പൊ അതിൽ നമ്മൾ 4 ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ അല്ലെ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ കുഴപ്പമില്ല. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിനെ ഇങ്ങോട്ട് എഴുതി പ്ലസ് 2xy അല്ലെ. ഇതൊന്നും കൂടി മാറ്റി. അപ്പൊ ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി തോന്നുന്നത്, എനിക്ക് പിന്നീടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നന്നായി തോന്നുന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നത്. ഇനി ഇത് വെച്ച് ചെയ്യുന്നവർക്ക് അത് ആ രീതിയും ചെയ്യാം. ഉത്തരത്തിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇൻ ദി ജനറൽ ഐഡന്റിറ്റി ഓൺ ദി സ്ക്വയർ ഓഫ് സം ഓഫ് ടു നമ്പേഴ്സ് വാട്ട് സ്പെഷ്യൽ കേസ് ഡു വി ഗെറ്റ് ബൈ ടേക്കിംഗ് വൺ ഓഫ് ദി നമ്പേഴ്സ് ആസ് 2? ഡു ദി കാൽക്കുലേഷൻസ് ബിലോ ഇൻ ഹെഡ് യൂസിങ് ദിസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നാം ഇപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലേ. അതായത് ഈ സ്ക്വയർ വെച്ചിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചു. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ ഇവിടെ രണ്ട് സംഖ്യകളാണ് അല്ലെ, എക്സും വൈ. ഇപ്പൊ നമ്മൾ ചെയ്തത് മുഴുവൻ അങ്ങനെയാണ് അല്ലെ, രണ്ട് സംഖ്യകൾ. ഈ സംഖ്യകളിൽ ഒരു സംഖ്യ 2 എന്നെടുത്തിട്ട് ഇപ്പൊ എക്സും വൈയും ഉണ്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ എക്സ് 2 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈ 2 എടുക്കാം. അപ്പൊ എക്സിന് അല്ലെങ്കിൽ വൈക്ക് പകരം 2 എടുക്കാം. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ 2-3 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്തു നോക്കണം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ എഴുതണമെങ്കിൽ അതേ രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിനോ വൈക്കോ പകരം 2 കൊടുക്കണം. വൈക്ക് പകരം 2 കൊടുക്കണം നമ്മൾ. അപ്പൊ എക്സ് പ്ലസ് 2 അല്ലെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായി മാറുത്? എക്സ് സ്ക്വയർ അല്ലെ. ഇത് ആദ്യം ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? എക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ, അപ്പൊ അത് ഓക്കെ, പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലെ. അപ്പൊ നമുക്ക് 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ, എക്സ് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താ എടുക്കുന്നത്? 2 അല്ലെ. അപ്പൊ നമുക്കിവിടെ വൈയുടെ സ്ഥാനത്ത് 2 എഴുതി, 2 ഓക്കെ അല്ലെ. ഇനി പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ വൈയുടെ സ്ഥാനത്ത് എന്താണ്? 2. അപ്പൊ നമുക്കിവിടെ 2 സ്ക്വയർ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ വൈയുടെ പകരം എന്ത് കൊടുത്തു? 2 എന്ന് കൊടുക്കാൻ പറഞ്ഞവരല്ലേ, അല്ലെങ്കിൽ എക്സിന് പകരം 2 കൊടുക്കാം. അപ്പൊ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ വൈക്ക് പകരം 2 കൊടുത്തപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറി. സംശയം ഒന്നും എല്ലാവർക്കും സംശയമില്ലല്ലോ. ഓക്കെ, അപ്പൊ പഠിക്കുന്നത് നല്ല ശ്രദ്ധിച്ച് പഠിക്കുക, എന്നാലും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുള്ളൂ. വെറുതെ അതൊന്നും കൂട്ടിക്കൂട്ടിയിട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ അത് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പകർത്തിയെടുക്കരുത്. ഇനി നോക്കിയേ, എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടും നോക്കിയാൽ? എക്സ് സ്ക്വയർ തന്നെ കിടക്കുന്നു, പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം സംഖ്യകൾ തമ്മിൽ കുറിച്ച് നോക്കാം. 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 ഇൻറ്റു എക്സ് 4x. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് കിട്ടി. ഇതങ്ങനെ കിട്ടിയത്? നമ്മളോട് പറഞ്ഞു ഇതിലൊന്നിന് പകരം 2 കൊടുക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ 2 കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇങ്ങനെ കിട്ടി. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില സ്ക്വയറുകൾ കാണാം. അതിൽ ഒന്നാമത്തെ എന്താണ്? ഏതിന്റെ സ്ക്വയർ കാണണം? 22ന്റെ സ്ക്വയർ കാണണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ 22ന്റെ സ്ക്വയർ കാണാം. നമുക്ക് ഇത് ഉപയോഗിച്ചാണ് നമുക്ക് കാണാൻ പോണത്. അപ്പൊ 22 നമുക്ക് എങ്ങനെ മാറ്റാം? 20, അതിലൊന്നും ഒരു വ്യത്യാസമില്ല, 20 പ്ലസ് 2 ഹോൾ സ്ക്വയർ സീക്വൽ ടു. അപ്പൊ 22 നമ്മൾ 20 പ്ലസ് 2 എന്ന് എഴുതി. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ സീക്വൽ ടു. ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് ഏതാ? 20. അപ്പൊ 20 സ്ക്വയർ പ്ലസ് നമ്മൾ സാധാരണ ചെയ്യുന്ന 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലെ. അതാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇത് ഉപയോഗിച്ച് ചെയ്യാനല്ലേ പറഞ്ഞ്. 4 ഇൻറ്റു എക്സ് അല്ലെ, 4 ഇൻറ്റു എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 4 ഇൻറ്റു എക്സ് എത്രയാണ്? 20 അല്ലെ. അപ്പൊ 20 ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ഇപ്പൊ 4 ഇൻറ്റു എക്സ്, അപ്പൊ എക്സ് കാണുകൊടുത്ത് നമ്മൾ 20 ഇട്ടു, പ്ലസ് പിന്നെന്താണ്? ഒരു 4 തന്നെ ഉള്ളൂ അല്ലെ, എക്സും ഒന്നുമില്ല. അപ്പൊ അവിടെ 4 തന്നെ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? 20ന്റെ സ്ക്വയർ 20ന്റെ 2ന്റെ സ്ക്വയർ 4 0-ന് 2 0 ചേർത്തു. അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് 4 ഇൻറ്റു 20 എത്രയാണ്? 80 പ്ലസ് ഒരു 4. നമ്മൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 480. 484. അപ്പൊ ഇത് നമ്മൾ 20 പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാലും തന്നെ കിട്ടുള്ളൂ, നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടില്ലേ, ഇവിടെ ആദ്യം കിട്ടുന്നതും അവസാനം കിട്ടുന്ന എന്തായിരിക്കും?
ഇതിന്റെ സ്ക്വയറാണ് ഇവിടെ കിട്ടുക, ഇതിന്റെ സ്ക്വയർ ഇവിടെ കിട്ടും. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇപ്പൊ ഈ ഇക്വേഷനിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ആദ്യം നമ്മൾ ഉത്തരം എന്തായിരിക്കും, ഇതിന്റെ സ്ക്വയർ കണ്ട, എക്സിന്റെ സ്ക്വയർ, ഇവിടെ 2ന്റെ സ്ക്വയർ. ഇവിടെ നോക്കിയാൽ 20ന്റെ സ്ക്വയർ 400, 2ന്റെ സ്ക്വയർ 4. അപ്പൊ 3 പദങ്ങൾ നമുക്ക് കിട്ടുന്നതിൽ ആദ്യത്തെ പദം ഇത് ആദ്യത്തെ സ്ക്വയർ, അവസാനത്തെ പദം ഇതിന്റെ സ്ക്വയർ, നടുവിലെത്തത് രണ്ടും കൂടി ഗുണിക്കുക, അതിന് 2 കൊണ്ട് ഗുണിക്കുന്നത് കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൽ രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, ഏതാണ് നമ്മുടെ സംഖ്യ 52ന്റെ സ്ക്വയർ. അപ്പോൾ 52 നമുക്ക് എന്താ എഴുതാം, 50 + 2 അല്ലേ, 50 + 2, 52 സ്ക്വയർ ആകുമ്പോൾ 50 + 2 ഹോൾ സ്ക്വയർ = 2. നാം എങ്ങനെയാണ് എഴുതുന്നത്, ഇത് വെച്ച് എഴുതാൻ പറ്റുള്ളൂ അല്ലേ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ, അപ്പോൾ എന്തോരും എക്സിന്റെ സ്ഥാനത്ത് 50 ആണ്, അപ്പോൾ 50 സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ് +4x അല്ലെ, 4 × x, അപ്പൊ +4 × x. എക്സ് എവിടെ എത്ര എടുക്കുന്നത് 50 അല്ലേ, 50. അപ്പൊ 4 × 50 പ്ലസ് പിന്നെന്താണ് 4. അപ്പൊ നമുക്ക് 4 തന്നെ എഴുതി അല്ലെ. അത് ഒരു സംഖ്യയാണ്, അക്കണം, അതിന് മാറ്റില്ല. അവിടെ എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കൊടുക്കാം നമുക്ക്. ഇവിടെ നമുക്ക് എക്സും വൈ ഒന്നുമില്ല, അവിടെ 4 തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് 4 തന്നെ എഴുതി. ഇനി എന്ത് വരും, 15ന്റെ സ്ക്വയർ ആണെങ്കിൽ ആദ്യം എന്ത് വേണം, 5ന്റെ സ്ക്വയർ എത്രയാണ്, 5ന്റെ സ്ക്വയർ 25. ഇവിടെ ഒരു 0, അപ്പൊ എത്ര 0 ചേർക്കണം, 2 0 നമ്മൾ ചേർത്ത് കൊടുത്തു. കണ്ടോ, അപ്പൊ എളുപ്പം നമുക്ക് കാണാം. പ്ലസ് 4 × 50, ആദ്യം 5 4 നമ്മൾ ഗുണിക്കുക, 5 × 4 എത്രയാണ് 20 അല്ലെ, 20. പിന്നെ ഇവിടെ ഒരു 0 ഇല്ലേ, ആ 0 നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് കൊടുത്തു, അപ്പൊ നമുക്ക് 200. അപ്പൊ അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഗുണിക്കാം അല്ലെ. എപ്പോഴും ഇങ്ങനെ നമ്മളെ കടലാസ് എടുത്ത് ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ കുറെ സമയം അതിനോട് പോകും. അപ്പൊ കുറെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. +4 = ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പൊ കൂട്ടുമ്പോൾ തെറ്റാൻ പാടില്ല. എല്ലാവരും ഇതുവരെ ശരിയാക്കി പിന്നെ അങ്ങോട്ട് കൂട്ടുന്നതിൽ തെറ്റിച്ച് കളയും. അപ്പൊ എന്ത് ചെയ്യും, അത് ഓർഡറിൽ തന്നെ എഴുതും. ഇപ്പോൾ നോക്കിയാൽ 2500 + 200 എഴുതുമ്പോൾ ഇവിടെ 200 എഴുതി, അടുത്ത 4 വൺസിന്റെ അടിയിൽ തന്നെ വൺസ് എഴുതാം, ടെൻസിന്റെ അടിയിൽ തന്നെ ടെൻസ് എഴുതാം. ഓക്കെ, ഇനി 4072, അപ്പൊ 2704. ഓക്കെ, ഇത് നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ മൂന്നാമത്തെ നോക്കിയാൽ 25 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, 625 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 27ന്റെ സ്ക്വയർ എത്ര, ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ പെട്ട ചോദ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 27ന്റെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ 27, അപ്പൊ അത് മാത്രം എടുക്കുക. 27 നമുക്ക് എന്ത് എഴുതാം, 25 + 2. അപ്പൊ നമ്മുടെ 25 + 2 എന്ന് എടുക്കാൻ എന്താ കാരണം, ഇപ്പൊ പലർക്കും തോന്നും അല്ല 20 + 7 എന്നല്ല നമ്മൾ എഴുതാറ്, ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ 25 + 2 എന്ന് എഴുതി അല്ലെ. അതൊരു സംശയം തന്നെയാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം, നമുക്ക് ഇവിടെ 25 സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ 25 + 2 എന്ന് എഴുതി. അതല്ല നമുക്കിവിടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാറ്, 20 + 7 ഹോൾ സ്ക്വയർ എന്ന് എഴുതും അല്ലെ. അപ്പൊ നമുക്ക് 20ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, 400 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഇത് തന്നതുകൊണ്ടാണ്, 25ന്റെ സ്ക്വയർ തന്നതുകൊണ്ടാണ് നാം എങ്ങനെ ഇതിനെ മാറ്റി എഴുതിയത്, 25 + 2 എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ. അപ്പൊ ആർക്കും അതൊന്നും സംശയം വേണ്ട. അപ്പൊ നമ്മൾ ഇവിടെ 25 + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഏതിനെഴുതി, 27ന്റെ സ്ക്വയറിന് = നോക്കിയേ എങ്ങനെ എഴുതും, x + 2 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ 25 + 2 ഹോൾ സ്ക്വയർ = ആദ്യം x സ്ക്വയർ, അപ്പൊ ഇതിന്റെ സ്ക്വയർ 25 സ്ക്വയർ പ്ലസ് 4x, അപ്പൊ 4 × x, x എത്രയാണ് 25 പ്ലസ് 4 തന്നെ = ഈ 25ന്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ് 625. അപ്പൊ 625 പ്ലസ് 4 × 25, 4 × 25 എത്ര ഒന്ന് ഗുണിച്ചോക്കെ അറിയാത്തവര്, 4 × 25 100 അല്ലെ, പെട്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യം 100 പ്ലസ് 4. അപ്പൊ എത്ര കിട്ടും, 600ഉം 100ഉം എത്ര 700, 725 പിന്നെ ഒരു 4, അപ്പൊ 729. അപ്പൊ അത്രയും ക്ലിയർ ആയില്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എന്താണ് നമുക്ക് എന്നുള്ള 43യുടെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 1849 അല്ലെ. അപ്പൊ ഇതിന്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് 44ന്റെ സ്ക്വയർ കാണണം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സാധാരണ ഇപ്പൊ നോക്കിയാൽ, സാധാരണ നമ്മളോട് 44ന്റെ സ്ക്വയർ കണ്ടാൽ നാം എങ്ങനെ ചെയ്യാം,
നമ്മൾ എങ്ങനെ എഴുതും? 44 നമ്മൾ 40 പ്ലസ് 4 അല്ലേ? 44 40 പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതും അല്ലേ? എന്നിട്ട് നമ്മൾ ഇതിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇത് പ്ലസ് ഇതിന്റെ സ്ക്വയർ അങ്ങനെ ഇട്ട് നമുക്ക് ചെയ്യാം അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് വേഗം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവര് 43യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് കാര്യമില്ല അല്ലേ? നമുക്കിതിൽ 43 വരുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 43 വരുന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പൊ 44 നമ്മൾ 40 പ്ലസ് 4 എന്നല്ല എഴുതേണ്ടത്. അപ്പൊ സാധാരണ നമുക്ക് അത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് 43യുടെ സ്ക്വയർ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 44 സ്ക്വയറിന് എങ്ങനെ എഴുതാം? 43 പ്ലസ് 1 കേട്ടാ, 43 പ്ലസ് 1 എഴുതി. അതിനെന്താണ് കാരണം? നമുക്ക് 43യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പലർക്കും തോന്നും എന്താ ഇപ്പൊ ഇങ്ങനെ 43 പ്ലസ് 1 എന്ന് എഴുതാൻ എന്താ കാരണം അല്ലെ? ഇങ്ങനെ എഴുതിയാൽ പോരെ, 40 പ്ലസ് 4 എന്ന് എഴുതിയാൽ പോരെ, അങ്ങനെയല്ല നമ്മൾ ചെയ്തിരുന്നത്. ഇതൊക്കെ തോന്നും. അതിന് കാരണമുണ്ട്. കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് 43യുടെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 43 പ്ലസ് 1 എന്ന് എഴുതണത്. സീക്വൽ ടു ഇപ്പൊ എന്ത് വരും? അപ്പൊ 44 നമ്മൾ 43 പ്ലസ് 1 എഴുതി. അപ്പൊ അതിന്റെ സ്ക്വയർ കാണാൻ ഇതിന്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. ഇനി എന്ത് വരും? അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാം. x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ? അതല്ലെങ്കിൽ ഈ രൂപത്തിൽ എഴുതാം. ഏത് വേണമെങ്കിലും എഴുതിക്കോളും. ഇനി എന്ത് വേണം ഇവിടെ? അപ്പൊ ഇക്വേഷൻ എഴുതിയതിനു ശേഷം ആദ്യം ഇതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലെ? അപ്പൊ 43 ഇക്വേഷൻ എഴുതാൻ മറക്കരുത് ആരും. ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പൊ 43 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു XY ഇത് ഇൻറ്റു ഇത് അല്ലെ? അപ്പൊ 43 ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ, വൈയുടെ സ്ഥാനത്ത് ഏതാ? 1 അല്ലെ? അപ്പൊ 1 സ്ക്വയർ സീക്വൽ ടു 43യുടെ സ്ക്വയർ അല്ലെ? ഇവിടെ നോക്കിയേ, നമുക്ക് തന്നിട്ടുണ്ട് കണ്ട. അപ്പൊ എളുപ്പം നമുക്ക് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ 43യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ അതൊന്നും വേണ്ട. 43യുടെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 1849. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു 1. അപ്പൊ 2 ഇൻറ്റു 43 എത്രയാണ്? 86. അപ്പൊ ഗുണിച്ചു നോക്കാം. 86 പ്ലസ് 1 സ്ക്വയർ 1. 1ന്റെ സ്ക്വയർ 1. അപ്പൊ എല്ലാം ഒന്ന് കൂട്ടി നോക്കിയാൽ 6 3 7 7 9 16 6 ബാക്കി 1 8 9 അല്ലെ? 9 4 13 3 ബാക്കി 1 1 8 9 1. അപ്പൊ ഇങ്ങനെ കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? അടിയിൽ എഴുതി കൂട്ടാം. കണ്ട, കൂട്ടുമ്പോൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റി. അപ്പൊ 1936. ഇതിന്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? 46ന്റെ സ്ക്വയർ എത്രയാണ് അല്ലെ? അപ്പൊ രണ്ടാമത്തത് 46ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 43 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതണം? 40 പ്ലസ് 6 എന്ന് എഴുതരുത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ എഴുതിയാൽ നമുക്ക് ഉത്തരമൊക്കെ കിട്ടും, കൃത്യമായിട്ട് ഉത്തരം കിട്ടും. പക്ഷെ ഇങ്ങനെ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ 43 വരുന്ന രൂപത്തിൽ തന്നെ എഴുതാം. അപ്പൊ 46 എങ്ങനെ എഴുതാം? 43 പ്ലസ് 3 എന്ന് എഴുതണം. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ 43 പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ആദ്യം എഴുതാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ? അപ്പൊ എക്സ് സ്ക്വയർ 43യുടെ സ്ക്വയർ പ്ലസ് 2xy 2 ഇൻറ്റു എക്സ് എത്രയാണ്? 43 ഇൻറ്റു വൈ 3 പ്ലസ് വൈ സ്ക്വയർ 3 സ്ക്വയർ സീക്വൽ ടു 43 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് 43 സ്ക്വയർ? 1849 അല്ലെ? അപ്പൊ അത് എഴുതി 1849. ഇത് തന്നിട്ടില്ല. നമുക്ക് 40 പ്ലസ് 6 ഹോൾ സ്ക്വയർ എന്ന് വെച്ച് എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് 40യുടെ സ്ക്വയർ 4 × 4 16. അപ്പോൾ 1600 എന്ന് കിട്ടും. അതേ രൂപത്തിൽ എഴുതാം. ഇതിവിടെ തന്നതുകൊണ്ട് നമ്മൾ ഈ രൂപത്തിൽ എഴുതുന്നു. പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു 3. അപ്പൊ 2 ഇൻറ്റു 3 എത്ര? ചെറുത് ആദ്യം ഗുണിക്കുക. 2 ഇൻറ്റു 3 6 അല്ലെ? അപ്പൊ 6 നമ്മൾ 43നെ 6 കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കാം. 43 ഇൻറ്റു 6. അതല്ലെങ്കിൽ നമ്മൾ 43 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ 3 കൊണ്ട് ഗുണിക്കുക. അത് പണിന്. അതുകൊണ്ട് ചെറുത് തമ്മിൽ ആദ്യം ഗുണിക്കുക. 2 ഇൻറ്റു 3 6 ആണ് അല്ലെ? അപ്പൊ നമ്മൾ 6 കൊണ്ട് എന്തിനെ ഗുണിക്കാം? 43നെ ഗുണിക്കാം. അപ്പൊ 43 ഇൻറ്റു 6 18 ബാക്കി 1 24 1 25. അപ്പൊ എത്ര കിട്ടി? 258 കിട്ടി. പ്ലസ് 3ന്റെ സ്ക്വയർ 9. ഇനി എല്ലാം കൂടി തെറ്റാതെ കൂട്ടി നോക്കിയാൽ 49 പ്ലസ് ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റി. പ്ലസ് 9. അപ്പോൾ എത്ര കിട്ടും നോക്കിയാൽ? 18 8 26
അപ്പോൾ 6 ബാക്കി 2 2ഉം 4ഉം 6 6ഉം 5ഉം 11 അല്ലേ 1 ബാക്കി 1 10 10ഉം 1 1 ബാക്കി 1 2. അപ്പോൾ എത്ര കിട്ടും നമുക്ക് 2116. അപ്പോൾ 2116. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, ഒരു റഫ് പേപ്പറിൽ നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. പലരും കമൻസിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് മാത്സ് ടഫ് ആണെന്നൊക്കെ. അല്ലേ, മാത്സ് ഒരിക്കലും ടഫ് അല്ല. ആ മാത്സ് ടഫ് ആണെന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളയാം. എന്നിട്ട് ആ ക്ലാസ് സ്കൂളിലായാലും സ്കൂളിൽ എടുക്കുന്ന ക്ലാസ് നല്ല വണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം സ്കൂളിലൊക്കെ നല്ല അധ്യാപകരാണ് എടുക്കുന്നത്, നല്ല കഴിവുള്ള അധ്യാപകർ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് സ്കൂളിലെ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ സംശയങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ യൂട്യൂബുകളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതിൽ ക്ലാസ് കേൾക്കുക. നല്ല വണ്ണം യൂട്യൂബിലായാലും നല്ല വണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ എഴുതി പഠിച്ചാൽ നമ്മൾ ഒരിക്കലും എക്സാമിൻ്റെ സമയത്തൊന്നും മറക്കില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.